ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. അതായത് പനാമയുടെ ഭാഗമായ സാൻ ബ്ലാസ ദ്വീപ സമൂഹങ്ങളിലൊന്നായ ഒരു ദ്വീപിലാണ് ഇന്നെത്തിയിരിക്കുന്നത്. അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ ചുറ്റിനും ചെറിയ വള്ളങ്ങൾ കാണാം. അതിൽ കാർന്നോന്മാരും കുട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇവർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിൽ നിന്നും അവർ ഭക്ഷണം വാങ്ങിക്കാനും അതുപോലെ തന്നെ പൈസ കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാനും വളരെ ദരിദ്രമായ ദ്വീപുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ശരിക്കും നമ്മുടെ ഈ കാലത്ത് കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് അവിടെ ഉള്ളതെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങോട്ടുള്ള യാത്രയാണ് ഇന്ന്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി കരയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പം കാണാൻ സാധിക്കും ഈ തൊട്ട് ചേർത്ത് ഇവർ ബോട്ട് നിർത്തിയിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഉണ്ട്. അവർ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ആ ബോട്ടിലിരിക്കുന്നത്. സാധാരണ എല്ലാവരും കൊടുക്കാറുണ്ട്, ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ പൈസ, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഒപ്പം അവർ അതായത് ഹാൻഡിക്രാഫ്റ്റ്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് വിൽക്കാറുമുണ്ട് ഷിപ്പിലുള്ള ടൂറിസ്റ്റിന് വേണ്ടി. എന്തായാലും നമ്മൾ ഐലൻഡിലേക്ക് മൂവ് ചെയ്യുകയാണ്. നമ്മുടെ ബോട്ട് പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറ് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് കേട്ടോ. നല്ല നീല കളറുണ്ട്. അതുപോലെ തന്നെ കരയോടടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ പച്ച കളറ് നമുക്ക് ഫീൽ ചെയ്യും. അടിയിൽ ആ ഒരു സാൻഡിൻ്റെ കളറും കൂടെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ മനോഹരമായിട്ടുള്ളൊരു ബോട്ട് ജെട്ടിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതായത് ശരിക്കും ഒരു വളരെ പഴമ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ പോലും ആ വെള്ളത്തിൻ്റെ മനോഹരമായിട്ടുള്ള കളറും ഇതെല്ലാം കൂടെ കാണുമ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട്. നമ്മുടെ കപ്പിത്താൻ ബോട്ടിനെ ജെട്ടിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ള ബോട്ടുകൾ സമീപിക്കുന്നുണ്ട്. കാരണം ഈ ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് യാത്ര ചെയ്യുന്ന ബോട്ടുകളുണ്ട് ടൂറിസ്റ്റുകളെയും കൊണ്ട്. അതും ഇങ്ങനെ വന്ന് നമ്മുടെ ബോട്ടിനോട് അടുത്ത് വരികയാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് വന്ന് നിർത്തി. ഞാൻ അതിൽ നിന്ന് ഇറങ്ങി പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചുറ്റിനും കാണാൻ സാധിക്കും. എന്താണ്ട് ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരിപ്പുണ്ട് കേട്ടോ. അതുപോലെ ഒരു ചെറിയൊരു കട നമുക്ക് കാണാൻ സാധിക്കും. പച്ചക്കറി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് ആ കടയിൽ. അതുപോലെ തന്നെ പിള്ളേർ ഇഷ്ടംപോലെ ഉണ്ട്, ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നു. അപ്പം ഇതാണ് ശരിക്കും നമ്മുടെ ആ എൻട്രൻസിൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വീടുകൾ. അതായത് ശരിക്കും ഷീറ്റിട്ട വീടുകളുണ്ട്, അതുപോലെ തന്നെ പുല്ലുമേഞ്ഞ വീടുകളും ഒത്തിരി നമുക്ക് ദൂരെ കാണാൻ സാധിക്കും. നമ്മൾ അങ്ങോട്ടാണ് നടക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇത് കണ്ടോ, നമ്മുടെ ചുറ്റിനും ഒത്തിരി തുണിത്തരങ്ങളൊക്കെ ഇങ്ങനെ കയറിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഇവർ വിൽക്കാനിട്ടിരിക്കുന്നതാണ്. ഇവിടെയുള്ള ആൾക്കാർ നെയ്തെടുക്കുന്ന തുണിത്തരങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ അവരത് വിൽക്കാനിരിക്കുന്നവരുടെ ആ ഡ്രസ്സിങ് തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം. അതായത് ഒരു ട്രൈബൽ ടൈപ്പ് ഡ്രസ്സിങ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. പിള്ളേർ അതുപോലെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ചുറ്റിനും അവരെ കാണാം. എൻ്റെ ഒരു ഒപ്പം വർക്ക് ചെയ്യുന്നൊരു സുഹൃത്താണ് പാസ് ചെയ്യുന്നത്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ, അതായത് ഇവിടുത്തെ കരകൗശല വസ്തുക്കളൊക്കെ കണ്ടാണ് നമ്മൾ പതുക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളുടെ കാഴ്ചകൾ, അത് ശരിക്കും നമുക്ക് പറയാൻ പറ്റും വർഷങ്ങൾക്ക്, അതൊരു 50 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാടുകളിൽ എങ്ങനെയായിരുന്നു ആ ഒരു രീതി നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും. എത്രത്തോളം അവരുടെ ലൈഫ് പിന്നിലാണ് എന്നുള്ളത് നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇവരുടെ ഓരോരോ കമ്മ്യൂണിറ്റി ഹാളുകൾ പോലെയുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ ഇവർ താമസിക്കുന്ന വീടുകൾ, ഇവരുടെ സ്കൂളുകൾ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത്. ശരിക്കും ഓല മറച്ച് അല്ലെങ്കിൽ ഓല മേഞ്ഞ് ഈറ്റ കൊണ്ട് മറച്ച് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. സംഭവം കൊള്ളാം കേട്ടോ. കാരണം നമ്മളിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുക എന്ന് പറയുന്നത് കാണാൻ പറ്റില്ല. അതായത് നമുക്കിതൊന്നും ഒരിടത്തും കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന സംഭവമാണ്. ഇതുണ്ടോ, എല്ലാം പുല്ല് മേഞ്ഞ വീടുകളും സംഭവങ്ങളും എല്ലാം. ഉണ്ട് ഇവിടെ ഓല മറച്ച് അവരുടെ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇങ്ങനെ ഇതിവിടെ ഒരു ഷെഡാണ് കേട്ടോ. ഒരു ഷെഡ് ഇവർ പണിതിട്ടേക്കുന്നു. എന്താണെന്നറിയില്ല, എന്തൊക്കെയോ ഇവിടെ അടുപ്പ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ രീതിക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഉണ്ട് ഇവർ ഭക്ഷണം പാകം ചെയ്യുന്ന എന്തോ സെറ്റപ്പാണ് ഇവിടെ. ഇവിടെ ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്. ഓ നല്ല ഈറ്റയാട്ടോ ഇത്. ഈറ്റ, ചൂരൽ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. കൊള്ളാം.
പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾക്കെല്ലാം വന്ന് ഇതിനിടയ്ക്കൂടെ ഇറങ്ങി നടക്കാനുള്ള ഒരു സൗകര്യം ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാവർക്കും ഇതിനിടയ്ക്കൂടെ നടന്ന് കാണാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. വാഴയൊക്കെ കുലച്ച് നിൽപ്പുണ്ട്. ഇവരുടെ എനിക്ക് തോന്നുന്ന മെയിൻ ജീവനമാർഗം മീൻപിടുത്തമൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. മീനൊക്കെ ഉള്ള ഇതൊക്കെ കഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫുഡുകളൊക്കെ ഐലൻഡിൽ നിന്ന് എത്തിക്കുന്ന അത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഇവർക്ക് വരുമാന മാർഗമൊന്നും കാണുന്നില്ല. ഇതിവിടുത്തെ ഒരു ചെറിയൊരു കടയാണ് കേട്ടോ. കട അരിയും സാധനങ്ങളും ഒക്കെ അവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ എന്താ, ഇത് ശരിക്കും വളരെ, അതായത് നമ്മുടെ ആ പഴയ കാലത്തുള്ള ആൾക്കാരുടെ ആ ഒരു ട്രൈബ്സ് എങ്ങനെ ജീവിച്ചോ ആ രീതിക്ക് തന്നെയാണ് ഇവർ ഇപ്പോഴും ജീവിക്കുന്നത്. ഹലോ, hasta que subirlo y me regreso de nuevo. Pero no viajas a la ciudad ni nada. Sí. Sí viajas. Sí. Yo vivo en Mandía. ഇവിടെയുള്ള ഷോപ്പുകളിൽ കാണുന്ന വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ. അതായത് ചെറിയ ബ്രേസ്ലെറ്റ് സംഭവങ്ങൾ, അതുപോലെ തന്നെ കടലിൽ നിന്ന് കിട്ടുന്ന ഷെല്ലുകൾ ഉപയോഗിച്ച് വെച്ചേക്കുന്ന മാലകൾ, പിന്നെ തൊപ്പി, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തെ കാഴ്ചകളെ നമുക്കുള്ളൂ ഇവിടെയെങ്കിലും. പക്ഷേ ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത് നമുക്ക് വളരെ റയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെയുള്ളത്. കാരണം ഇങ്ങനെ ഭയങ്കര റിമോട്ടായിട്ടുള്ളൊരു ഏരിയയിൽ, ഇങ്ങനൊരു ഐലൻഡിൽ ഇത്രയും ആൾക്കാർ താമസിക്കുന്നു എന്ന് പറയുന്നത് വളരെ ചെറിയ ഐലൻഡാണ്. ഇവർക്ക് കുറേ ഐലൻഡുകളുണ്ട്, ഇതുപോലത്തെ ആൾക്കാർ താമസിക്കുന്ന ഐലൻഡുണ്ട്, അതുപോലെ തന്നെ താമസമില്ലാത്ത ഐലൻഡുകളുണ്ട്. പക്ഷേ ഈ താമസിക്കുന്ന ഐലൻഡുകൾ എന്ന് പറഞ്ഞാൽ സീ ലെവൽ മാത്രമാണ്. ഈ സീ ലെവലിൽ തന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ താമസിക്കണമെങ്കിൽ എനിക്കറിയില്ല അവരുടെ ഫുഡ് കാര്യങ്ങളെല്ലാം എങ്ങനെ അവർ അറേഞ്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ സംഭവം കൊള്ളാം. ഉണ്ട് ഇവിടെ പച്ചക്കറി സാധനങ്ങളെല്ലാം ഉണ്ട്. കപ്പയൊക്കെ ഉണ്ട് കേട്ടോ. കപ്പ ഇവിടെ കൃഷി ചെയ്യുന്നതാണോന്ന് അറിയത്തില്ല. കപ്പയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ ഏത്തപ്പഴമുണ്ട്, ഉരുളക്കിഴങ്ങ്, സവോള, ഉള്ളി എല്ലാ സാധനങ്ങളും. ചെറിയൊരു കടയാണിത്. ഇവിടെയുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. സോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു എപ്പിസോഡ്, അതായത് വളരെ കുറഞ്ഞ സമയത്ത് നമ്മൾ വന്നതാണ് കാണാൻ വേണ്ടി, ഈ ഒരു ഐലൻഡ് കാണാൻ വേണ്ടി മാത്രം. അപ്പോൾ കുറച്ച് സമയമുള്ള കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഐലൻഡിൻ്റെ കാഴ്ച കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന വോയേജർ ഓഫ് കേരളയുടെ ഗുഡ് ബൈ. അങ്ങനെ തിരിച്ച് ബോട്ടിൽ കയറി കേട്ടോ. ഇനിയിപ്പം ബോട്ടിൽ നമ്മൾ തന്നെ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിലെ യാത്രയുള്ളൂ ഷിപ്പിലേക്ക്.